തിരുവനന്തപുരം ഡിഫറന്റ് ആർട്സ് സെന്റർ മടിക്കൈ അടുക്കത്തുപറമ്പിൽ സ്ഥാപിക്കുന്ന IIPDയുടെ ആദ്യഘട്ടം ജൂണിൽ പൂർത്തിയാകും. പദ്ധതിയുടെ മുഖ്യ സൂത്രകാരൻ ഗോപിനാഥ് മുതുകാടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. തിരുവനന്തപുരം ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികാസം ലക്ഷ്യമാക്കിയാണ് മടിക്കൈ അടുക്കത്തുപറമ്പിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് അഥവാ IIPD കാസർഗോഡ് സ്ഥാപിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുന്ന ജൂൺ മാസത്തോടെ പൂർത്തിയാക്കുമെന്ന് പദ്ധതിയുടെ മുഖ്യ സൂത്രധാരനും ഡിഫറന്റ് ആർട്സ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് പറഞ്ഞു. പദ്ധതിയുടെ പ്രവർത്തന പുരോഗതി വിശദീകരിക്കുന്നതിനായി സ്ഥലത്ത് സംഘടിപ്പിച്ച യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഞാനൊരു 45 വർഷം പൂർണ്ണമായിട്ടും ജാലവിദ്യാരംഗത്ത് പ്രവർത്തിച്ചൊരു വിദ്യയായിരുന്നു. പൂർണ്ണമായിട്ടും മാജിക്കിനെ ശ്വസിച്ച്, മാജിക്കിനെ കുടിച്ച്, മാജിക്കിനെ പഠിച്ച്, മാജിക്ക് മാത്രം സ്വപ്നം കണ്ട് നടന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ കാസർഗോഡിന്റെ മണ്ണിൽ വന്ന സമയത്താണ്, ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാമിന് വന്നപ്പോഴാണ് ചിന്തകൾ മുഴുവൻ മാറി മറിയുന്നതും, ചില അതുവരെ തിരിച്ചറിയാത്ത ചില കാഴ്ചകൾ കാണുന്നതും, ചില ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് തിരിച്ചറിയുന്നതും എന്നാണ്. ഏർലി ഇന്റർവെൻഷൻ സെന്റർ, തെറാപ്പി യൂണിറ്റുകൾ, കലാപരിശീലന സമുച്ചയം, ഓഫീസ് സംവിധാനങ്ങൾ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തന സജ്ജമാക്കുന്നത്. 2025 ഫെബ്രുവരി 23 മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്ത പദ്ധതിയുടെ പ്രവർത്തനങ്ങളെല്ലാം തുടർന്നിങ്ങോട്ട് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ നടന്നുവരികയാണ്. ഭിന്നശേഷി സൗഹൃദമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. കാസർഗോഡിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ബേക്കൽ കോട്ടയുടെ മാതൃകയിലാണ് കലാപരിശീലന സമുച്ചയം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ IIPD സന്ദർശകർക്ക് ഏറെ കൗതുകവും വിസ്മയകരവുമായ നിമിഷങ്ങൾ സമ്മാനിക്കും. ഇത് നമ്മളെല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഇതൊരു ഗ്ലോബൽ മോഡൽ ആയിട്ട് കെട്ടിപ്പടുക്കാൻ പോകുന്ന ഒരു സൗധമാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന IIPD എന്ന് പറയുന്നത്. ഇത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല. നേരെ മറിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതർ അടക്കമുള്ള ഭിന്നശേഷിക്കാർക്ക് ഒരു ഏറ്റവും വലിയ രീതിയിലേക്ക് അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംരംഭമാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള മാതൃകകൾ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടം കഴിഞ്ഞ സെപ്റ്റംബർ 8-ാം തീയതിയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 23-നാണ് മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിച്ചത്. ഇന്ന് ഫെബ്രുവരി 23-ആണ്. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു മീഡിയ വിസിറ്റ് നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ മാതൃകയെ ആസ്പദമാക്കി വിപുലീകരിച്ച സംവിധാനങ്ങളാണ് മടിക്കൈ അടുക്കത്തുപറമ്പിലെ 22 ഏക്കർ സ്ഥലത്ത് ഒരുങ്ങുന്നത്. അന്തർദേശീയ നിലവാരത്തിലുള്ള കലാകായിക പരിശീലന സംവിധാനങ്ങൾ, അത്യാധുനിക തെറാപ്പി സൗകര്യങ്ങൾ, പേഴ്സണലൈസ്ഡ് അസിസ്റ്റീവ് ഡിവൈസ് യൂണിറ്റുകൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, ട്രെയിനിംഗ് സെന്ററുകൾ എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി വരിക. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്രയധികം വിഭാഗങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു സംരംഭം നടപ്പിലാക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം സംസ്ഥാനത്തും ലോകത്തെവിടെയുമുള്ള ഭിന്നശേഷിക്കാർക്ക് ആശ്രയമേകുന്ന തരത്തിലാണ് സെന്റർ പണിയുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭിന്നശേഷിക്കാർക്കുള്ള സ്ഥാപനമായി IIPD മാറും. 120 കോടി രൂപയുടെ പദ്ധതിയാണ് ആസൂത്രണം ചെയ്യുന്നത്. 2029 പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കും. ഇതോടെ പ്രതിവർഷം 1000 ഭിന്നശേഷിക്കാർക്ക് വിവിധ മേഖലകളിൽ പരിശീലനം നൽകുവാൻ കഴിയും. തിരുവനന്തപുരത്തെ ഡിഫറന്റ് ആർട്സ് സെന്റർ മോഡലിന്റെ പ്രാധാന്യം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് ഈ രംഗത്തെ പ്രമുഖരും വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. ഇത്തരം സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിപുലമായ ക്രമീകരണങ്ങളോടെ കാസർഗോഡ് ജില്ലയിൽ പദ്ധതി ആരംഭിക്കുന്നതെന്നും ഗോപിനാഥ് മുതുകാട് വ്യക്തമാക്കി. പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നശേഷി സമൂഹത്തെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിനും അവർക്കും സമൂഹത്തിൽ തുല്യമായ ഒരിടം ഉറപ്പുവരുത്തുന്നതിനുമായാണ് ഇങ്ങനെ സ്വപ്ന തുല്യമായൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന് സമൂഹത്തിന് നാനാ തുറയിൽ നിന്നും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്നും മുതുകാട് അഭ്യർത്ഥിച്ചു. IIPD ഡയറക്ടർ K. മിനു, DSC ഇന്റർവെൻഷൻ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ, CFO അശ്വതി നിഷാന്ത്, പോൾ കറുകപ്പള്ളിയിൽ, പ്രശാന്തൻ തുടങ്ങിയവരും പദ്ധതി വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.